ഗൂഗിൾ പേയും പേടിഎമ്മും ഫോൺ പേയും ഒക്കെ ഇന്ന് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായി മാറിയിട്ടുണ്ട് അല്ലേ? ഈ പുതുവത്സരത്തിൽ UPI ഇടപാടുകളിൽ കുറച്ച് മാറ്റങ്ങൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിലൂടെ. ആദ്യത്തേത്, ഒരു വർഷം കണ്ടിന്യൂസ് ആയി ഒരു UPI അക്കൗണ്ട് ഉപയോഗിച്ചില്ല എങ്കിൽ ആ ഐഡിയും നമ്പറും ഡീആക്ടിവേറ്റ് ആകും. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ നിർദ്ദേശം പേടിഎം, ഗൂഗിൾ പേ, ഫോൺ പേ എന്നിവർക്ക് നൽകിയിട്ടുണ്ട്. മൊബൈൽ നമ്പർ വഴി UPI അക്കൗണ്ട് ആക്സസ് ചെയ്ത് നടത്തുന്ന തട്ടിപ്പുകൾ തടയാനാണ് ഈ ഒരു മാറ്റം നടപ്പാക്കിയിരിക്കുന്നത്. രണ്ടാമത്തേത്, UPI ട്രാൻസാക്ഷൻ എമൗണ്ട് ലിമിറ്റ്. UPI വഴിയുള്ള പണമിടപാടുകൾക്ക് പരിധി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഒരു ദിവസം 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള UPI പേയ്മെൻറ്റ് നടത്താനാവില്ല. വിദ്യാഭ്യാസം, ചികിത്സ ഇവയ്ക്കാണെങ്കിൽ 5 ലക്ഷം രൂപ വരെ ആകാം. വ്യക്തിപരമായ ഇടപാടുകൾക്കും ഇ-കൊമേഴ്സ് ഇടപാടുകൾക്കുമാണ് 1 ലക്ഷം രൂപയുടെ ലിമിറ്റുള്ളത്. മൂന്നാമത്തേത്, എക്സ്ചേഞ്ച് ഫീ. ഓൺലൈൻ വാലറ്റ് പോലുള്ള പ്രീപെയ്ഡ് ഇൻസ്ട്രുമെൻറ്റ്സ് വഴിയുള്ള 2000 രൂപയ്ക്ക് മുകളിൽ വരുന്ന ഇടപാടുകൾക്ക് 1.1% എക്സ്ചേഞ്ച് ഫീ ഈടാക്കും. നാലാമത്തേത്, ടൈം ലിമിറ്റ് ഫോർ ഫസ്റ്റ് ട്രാൻസാക്ഷൻ. ആദ്യ ട്രാൻസാക്ഷൻ പൂർത്തിയാക്കാനുള്ള കാലതാമസം. മുൻപ് UPI വഴി ഇടപാട് നടത്തിയിട്ടില്ലാത്ത 2 പേർ 2000 രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടിന് 4 മണിക്കൂർ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. അടുത്തത്, UPI ATM. ഇത്തരത്തിലെ ATMൽ നിന്ന് പണമെടുക്കാൻ കാർഡ് വേണ്ട. പകരം UPI ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ഫോൺ ഉപയോഗിച്ച് ATMലെ QR കോഡ് സ്കാൻ ചെയ്താൽ മതി. ATMൽ നിന്ന് പണം ലഭിക്കും. എല്ലാ കാർഡും കയ്യിൽ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. കാർഡ് നഷ്ടപ്പെടുമോ എന്ന പേടിയും വേണ്ട.